അപ്പോസ്തലനായ പൗലോസിനുണ്ടായ മക്കെദോന്യൻ ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നു ചേർന്ന ഒരു സ്ഥലമാണ് ഫിലിപ്പി എന്ന് പറയുന്ന ആ പട്ടണം. പിന്നീട് അവിടെ ഒരു സ്ഥലം സഭ സ്ഥാപിതമായതായി നാം പ്രവർത്തന പുസ്തകത്തിൽ വായിക്കുന്നു. ഇത് മക്കെദോന്യയുടെ ആ ഭാഗത്തെ ഒരു പ്രധാന പട്ടണവും റോമക്കാർ കുടിയേറി പാർക്കുന്ന സ്ഥലവുമായിരുന്നു. മക്കെദോന്യയുടെ കിഴക്ക് അതിനോട് ചേർന്ന് പെങ്കേയസ് മലയ്ക്ക് കിഴക്കായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ചെറു ഉറവകൾ എന്ന അർത്ഥം വരുന്ന ഒരു പേരായിരുന്നു ഇതിനു മുൻപുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ പിതാവായ ഫിലിപ്പ് ഈ പട്ടണം പിടിച്ചടക്കുകയും തന്റെ പേര് ഈ സ്ഥലത്തിന് നാമകരണം ചെയ്യുകയും ചെയ്തതായിട്ടാണ് ചരിത്രം വായിക്കുന്നത്. ആ കാലത്തെ ദേവീ ദേവതമാരുടെ വിവിധമായ കൊത്തുപണികൾ ആണ് അവിടെ കാണുന്നത്. മിനർവയുടെയും അതുപോലെ തന്നെ ഗ്ലാഡിയസ്, അതുപോലെ അങ്ങനെയുള്ള പല ഗ്രീക്ക് ദേവതമാരുടെ രൂപങ്ങൾ കുത്തിയ അന്നത്തെ കാര്യങ്ങളാണ് അവിടെ കാണുന്നത്. മാർക്ക് ആന്റണിയും ഒക്ടീവിയസും ചേർന്ന് ബ്യൂട്ടസ്, ക്യാഷ്യസ് എന്നിവരുടെ റിപ്പബ്ലിക്കൻ സൈന്യത്തെ തോൽപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ പട്ടണത്തിന് ഫിലിപ്പിന് ഒരു കോളനി പദവി ലഭിച്ചതായിട്ട് ചരിത്രം വായിക്കുന്നു. പൗലോസും കൂട്ടരും ഈ മുൻപിൽ കാണുന്ന ചന്തസ്ഥലത്താണ് സുവിശേഷം പറയുകയും ആ നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്തത്. അവിടെയുള്ള വെളിച്ചപ്പാടത്തിക്കാരിയായ ഒരു പെൺകുട്ടി യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്നവളായിരുന്നു. അവൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ലാഭം നഷ്ടമായതിനാൽ പൗലോസിനെയും ശീലാസിനെയും അടിക്കുകയും അവരെ തടവിലാക്കുകയും ചെയ്തു. ആ സംഭവം നടന്ന യഥാർത്ഥ സ്ഥലമാണ് നമ്മൾ അതിന്റെ മുൻപിൽ കണ്ടത്. ആ പട്ടണത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. അന്നത്തെ പട്ടണം എങ്ങനെ സ്ഥിതി ചെയ്തിരുന്നു എന്നുള്ളത് ഈ ബ്ലൂ പ്രിന്റ് കാണുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അനേക നിലയിലുള്ള ദേവി ദേവതാമാരുടെ ഒരു വലിയ സമ്മിശ്രമായിട്ടുള്ള ഒരു വലിയ കൂട്ടം തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 4-ാം നൂറ്റാണ്ട് വരെയും ക്രൈസ്തവ സഭകളൊക്കെ വീടുകളിലായിരുന്നു കൂടിയിരുന്നത്, ഗ്യാതറിങ്ങുകളായിരുന്നു. എന്നാൽ പിന്നീട് 4-ാം നൂറ്റാണ്ടിന് ശേഷമാണ് കെട്ടിടങ്ങളിൽ കൂടി വരുവാൻ ഇടയായി തീർന്നത്. അന്ന് ഉണ്ടായ ഒരു ബസിലിക്കയാണ്, അതിന്റെ ബ്ലൂ പ്രിന്റാണ് നമുക്ക് ഇവിടെ കാണുന്നത്. അതിനുശേഷം മുൻപോട്ട് നാം നീങ്ങുമ്പോൾ അവിടെ കാണുന്നത് ആ ബസിലിക്കയുടെ തൂണുകളും മറ്റുമാണ്, അതിന്റെ അവശിഷ്ടവും മറ്റുമാണ് അവിടെ കാണുന്നത്. വളരെ ബൃഹത്തായിട്ടുള്ള എല്ലാ നിലയിലുള്ള സൗകര്യങ്ങളുള്ള ഒരു ബസിലിക്കയായിരുന്നു ആ ബസിലിക്ക എന്നുള്ളത്. നാം മുന്നോട്ട് പോകുമ്പോൾ പൗലോസിനെ കിടത്തിയ അന്ന് അവര് അടിച്ച് ജയിലിലാക്കിയ ആ പ്രിസൺ അല്ലെങ്കിൽ ആ തടവറയാണ് നമ്മൾ കാണുവാൻ കഴിയുന്നത്. ആ തടവറയിൽ കിടന്ന് പാടി സ്തുതിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തടവറയുടെ വാതിലുകളൊക്കെ തുറന്നതായിട്ടും അതുപോലെ തന്നെ ആ കാരാഗ്രഹ പ്രമാണി രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നതായിട്ടുള്ള ചരിത്രം നാം വായിക്കുന്നു. ആ സംഭവം നടന്ന ആ കാരാഗ്രഹമാണ്. അന്നുള്ള നിലയിൽ അതേ നിലയിലല്ല, എന്നാൽ അതിൻ്റെതായിട്ടുള്ള പരിണാമങ്ങളൊക്കെ അതിന് സംഭവിച്ചു. എങ്കിലും അത് നിന്നിരുന്ന കാരാഗ്രഹമാണ് നാം ഇപ്പോൾ കാണുന്നത്. ആ ഡോർ വെച്ച് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകുവാൻ കഴിയുകയില്ല, എന്നാൽ അതിൻ്റെ ഒരു രൂപം നമുക്കവിടെ ലഭിക്കും. ഈ വസ്തുക്കളൊക്കെ കാണുമ്പോൾ ദൈവവചനത്തിൻ്റെ ആ നിർമ്മലതയും അതിൻ്റെ വാസ്തവികതയും ചരിത്ര സത്യവും ഒക്കെ എത്രയോ വാസ്തവമാണെന്ന് വിളിച്ചറിയിക്കുന്ന വലിയ സത്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഒരിക്കലും ദൈവവചനം ചരിത്രത്തിനെതിരല്ല, ചരിത്രവുമായി വളരെ നീതി പുലർത്തുന്നതാണ് ദൈവത്തിൻ്റെ വചനം എന്നുള്ളത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വാസ്തവികതയെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ദൈവമഹത്വം ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യാം. അതിന് ദൈവം ഓരോ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരുന്നു. ദൈവനാമം ഇന്നും വാഴ്ത്തുമാറാകട്ടെ.